അങ്ങനെ വീണ്ടും ഹൗസിനുള്ളിൽ കരച്ചിൽ തുടരുന്നു. അതായത് ജാസ്മിനും ഗബ്രിയും. കഴിഞ്ഞ ഒരാഴ്ച ആയതേ ഉള്ളൂ രണ്ടുപേരും കരയുന്നു. അതായത് ജാസ്മിൻ പൊട്ടിക്കരയുന്നു, റസ്മിൻ മണ്ടയ്ക്ക് കിടന്ന് സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു, സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. അതുപോലെ ഗബ്രി തലയിറങ്ങി വീഴുന്നു. ശേഷം ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റുന്നു, സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു. ശേഷം വന്നിട്ട് രണ്ടുപേരും ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഇതൊരു നാടകം തന്നെയാണെന്നാണ് എനിക്ക് 100% പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇപ്പം ഇന്നത്തെ പ്രമോ കണ്ടവർക്ക് മനസ്സിലാവും, ഇന്നും അതേ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് എൻ്റെ മാനസികാവസ്ഥ വേറൊരിടം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കരയുകയാണ്. ഗബ്രി വന്ന് സമാധാനിപ്പിക്കുന്നു. ഗബ്രി പിന്നെ മൂലയ്ക്ക് പോയിരുന്നിട്ട് തലയെ കൈ കൊടുത്തിരിക്കുന്നു. പിന്നെ വന്നിട്ട് വാഷ്റൂമിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുന്നു. വീണ്ടും ആ ഒരു കഴിഞ്ഞ ആഴ്ച കണ്ട അതേ രീതിയിൽ തന്നെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഇതിവരുടെ ഒരു നാടകമാണ്. ഒന്നി കണ്ടൻറ്റ് പിടിക്കാനോ ഒന്നി ഇവരുടെ രണ്ടുപേരുടെയും കാര്യം മാത്രം പ്രേക്ഷകരിലേക്ക് കൂടുതലായിട്ട് ബിഗ് ബോസ് അപ്പോൾ കാണിക്കുമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്